നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും പോസിറ്റീവാണോ അതോ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണോ? നമ്മുടെ നല്ലൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് മൈൻഡിലൂടെയാണ്. അതായത് നല്ല ചിന്തകളാണ് നല്ല പ്രവൃത്തിയായി മാറുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആണോ? പഠനങ്ങൾ പറയുന്നത് ഒരു ദിവസം ഏകദേശം ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് 50,000-ഓളം ചിന്തകൾ വരും എന്നാണ്. അതിൽ 60 മുതൽ 70% ചിന്തകളും നെഗറ്റീവ്സുമാണ്. നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൽ അവർ കാണുന്ന ആൾക്കാർ, അവരുടെ ചുറ്റുപാടും, എന്തിന് ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും നെഗറ്റീവ്സ് മാത്രമേ കാണാറുള്ളൂ. എല്ലാവരുടെയും ലൈഫിൽ നല്ലത് മാത്രമായിരിക്കില്ല വരുന്നത്, മോശം കാര്യങ്ങളും വരും. നമുക്കറിയാലോ, ജീവിതം എന്ന് പറയുന്നത് തന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതാണ്. പക്ഷേ നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിൽ എന്ത് തന്നെ നല്ല കാര്യങ്ങൾ നടന്നാലും അതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. ഏതെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും അവർ ഏറ്റവും വലുതായിട്ട് ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറ്റം പറയാനും ഭയങ്കര മിടുക്കായിരിക്കും. എന്ത് കണ്ടാലും എന്ത് കേട്ടാലും കുറ്റം മാത്രമല്ല, നെഗറ്റീവ് ആൾക്കാർ പണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴോ നടന്ന പല കാര്യങ്ങളും ഇപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ സൊല്യൂഷൻ ആയിരിക്കില്ല ഫോക്കസ് ചെയ്യുന്നത്, അവരെപ്പോഴും ആ പ്രോബ്ലത്തിനെ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ പോലും മോശം സൈഡ് മാത്രമായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. അത് വെറും ഒരു ചാൻസ് ആണ്, വേണമെങ്കിൽ മോശം സംഭവിക്കാം. പക്ഷെ അതുപോലും അവർ ഇപ്പോഴേ ആലോചിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ ഒരാളാണോ എന്നൊരു ചോദ്യം വന്നോ? വെറും സംശയം മാത്രമാണെങ്കിൽ നമുക്കതൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യാം. ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ലാക്ക് ഓഫ് സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കും. അതായത് ഞാൻ എന്ത് തന്നെ ചെയ്താലും അത് ശരിയാവാനൊന്നും പോകുന്നില്ല, ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോകത്തുള്ളൂ, ഒന്ന് ശ്രമിച്ചു നോക്കാൻ പോലും അവർ തയ്യാറാകില്ല. പിന്നീടുള്ളത് ലോ സെൽഫ് കോൺഫിഡൻസ് ആണ്. ഒരു തരത്തിലുള്ള കോൺഫിഡൻസും ഉണ്ടായിരിക്കില്ല. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാനും തുടങ്ങും. കൂടാതെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകളുമായിരിക്കും ഇവർ സെറ്റ് ചെയ്യുന്നത്. പിന്നീടുള്ളത് റെഡ്യൂസ് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. ഇവരുടെ ലൈഫിൽ യാതൊരു തരത്തിലുള്ള എൻജോയ്മെൻറ്റും കാണത്തില്ല, എപ്പോഴും ഒരു വിഷാദഭാവം. ഇവരിൽ പലർക്കും റിലേഷൻഷിപ്പ് ഇഷ്യൂസും നമുക്ക് കാണാൻ സാധിക്കും. നെഗറ്റീവ് ആൾക്കാർ എപ്പോഴും തന്നെ നെഗറ്റീവ് ആൾക്കാരുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വൈബും ആയിരിക്കും എപ്പോഴും ചേർന്ന് നിൽക്കുന്നത്. നമ്മൾ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോഴും സഹകരിക്കുമ്പോഴൊക്കെ നമുക്കൊരു കംഫർട്ടില്ലായ്മ തോന്നാറില്ലേ? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ എനർജി ചേഞ്ചാണ്. അവർ ചിലപ്പോൾ നല്ലൊരു നെഗറ്റീവ് പേഴ്സൺ ആയിരിക്കും, അവരുമായിട്ട് നമ്മുടെ പോസിറ്റിവിറ്റി കണക്ട് ചെയ്ത് പോവില്ല. ഇനി പോസിറ്റീവ് ആൾക്കാർ എങ്ങനെയാണെന്ന് നോക്കിയാലോ. എത്ര മോശം സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും അതേ നല്ലത് മാത്രമായിരിക്കും അവർ കാണാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, എപ്പോഴും തന്നെ ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു ദൃഢമായ ആത്മവിശ്വാസവും അവർക്കുണ്ടായിരിക്കും. ഇവർ പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടായിരിക്കും. കാരണം ഇവർ പ്രോബ്ലംസുമായിട്ട് മല്ല് പിടിക്കാറില്ല. അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇവരുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. എന്ത് തന്നെ മലമറിക്കുന്ന പ്രശ്നം വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടം ഇവർക്കുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ സ്ട്രെസ്സും ഭയങ്കര കുറവായിരിക്കും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സെൽഫ് ഗ്രോത്ത് ആണ്. ഇവർക്ക് തോറ്റു പോകുമോ എന്നുള്ളൊരു ഭയവും ഉണ്ടാകില്ല, എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവരവരുടെ ജീവിതത്തിലും വളർന്നുകൊണ്ടേയിരിക്കും. കൂടാതെ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. ഓൾവേസ് നല്ല കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിലേക്ക് വരൂ എന്ന് ചിന്തിക്കുന്നവരുമായിരിക്കും. അവരുടെ ഒരു ടോപ്പ് 5 ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും നല്ല പോസിറ്റീവായിരിക്കും. എന്ന് വെച്ചാൽ പോസിറ്റീവും മാത്രമേ ചേരുള്ളൂ. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ ഏത് വിഭാഗത്തിലാണ് നമ്മൾ വരുന്നതെന്ന് നമുക്കൊരു ധാരണയായി കാണുമല്ലോ അല്ലേ? ഇതിലെ പോസിറ്റീവ് ആൾക്കാർ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഇൻ കേസ് നിങ്ങളൊരു നെഗറ്റീവ് പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ റീപ്രോഗ്രാമിങ് ചെയ്യാനും നമുക്ക് സാധിക്കും. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മോശം കാര്യങ്ങളും വരില്ല എന്നല്ല. മോശം സിറ്റുവേഷനെ എങ്ങനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ഭയങ്കരമായൊരു പ്രശ്നം വന്നെന്ന് കരുതുക. ആ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ പറയുക, ഇതും കടന്നു പോവും, ഈ സിറ്റുവേഷനും എന്തായാലും കടന്നു പോവും, നാളെ നല്ലൊരു സമയം വരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയാൻ. ഒരു പോസിറ്റീവ് പേഴ്സൺ ആവാൻ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ കാണുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക തുടങ്ങിയവയാണ്.
നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നല്ലതൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ബുക്സുകൾ വായിക്കുക, നല്ല മോട്ടിവേഷണൽ സ്പീച്ചുകൾ കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പോസിറ്റീവിലേക്ക് നയിക്കും. പിന്നീട് നമ്മുടെ ഓരോ ദിവസത്തോടും നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. പുതിയതായി നമുക്ക് ഓരോ ദിവസങ്ങളും കിട്ടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ശരിക്കും നമുക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? നമുക്ക് കഴിക്കാൻ ആഹാരമുണ്ട്, ഡ്രസ്സുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരും നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു ലൈഫ് തന്നതിന് ആദ്യമായി തന്നെ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം. ഇതിനെ നമുക്ക് ചെയ്യേണ്ടത്, നമുക്കൊരു ഡയറി എടുക്കാം. ആ ഡയറിക്ക് ഒരു പേരിടാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ്. ഓക്കെ, ഇതിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം നടക്കുന്ന 3 നല്ല കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതികഠിനമായ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ജസ്റ്റ് ഈ ബുക്ക് എടുത്ത് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, ചിന്തിക്കുക. എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അന്നത്തെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഈ ഒരു ബുക്കിൽ എഴുതി നോക്കിക്കേ. അടുത്തതായി എംബ്രൈസ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണ്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. പക്ഷേ അത് ഹാർഷാവരുത്, വളരെ സൗമ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ച് നോക്കിക്കേ. വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. അതായത് മനുഷ്യരാണ്, ആരും തന്നെ പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും തന്നെ തെറ്റുകൾ പറ്റാം. അടുത്തതായി ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ സ്വയമേ തന്നെ നമ്മുടെ നെഗറ്റിവിറ്റിയെ മനസ്സിലാക്കുകയാണ്. അതിനായി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മൾ എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു പേഴ്സണോടായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോടായിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഏത് കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായി എപ്പോഴും തന്നെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. എപ്പോഴും തന്നെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ അത് എപ്പോഴും സാധിക്കണം എന്നില്ല. ഇൻ കേസ് അവരൊരു നെഗറ്റീവ് പറഞ്ഞാലും അതങ്ങ് വിട്ട് കളഞ്ഞേക്കണം. അവരുടെ പോസിറ്റീവ് മാത്രം എടുത്താൽ മതി. പിന്നീട് മാക്സിമം മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ വേണമെന്ന് വെക്കുന്ന ഒരാൾക്ക് നെഗറ്റീവ് ചിന്തയൊക്കെ വിട്ട് പോസിറ്റീവ് ചിന്തയിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്കത് സക്സസ് ആയി കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ വേണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.